ഇന്ന് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ കോലാപ്പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം. അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പട്ടയാണ്. അധികം വേണ്ട, 2-3 ചെറിയ സ്റ്റിക്ക് മതിയാവും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 7-8 ഗ്രാമ്പു, ഒരു തക്കോലം ചേർത്ത് കൊടുക്കാം, 3 ഏലക്ക, എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക്. ഞാനിവിടെ ഒരു 15 മണി എടുത്തിട്ടുണ്ട്. 3-4 ഉലുവ. ഉലുവ അധികം വേണ്ട, കൂടിപ്പോയാൽ കഴിക്കും. അല്പം ജീരകം ചേർത്ത് കൊടുക്കാം, കുറച്ച് കശകശ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുഴുവനുള്ള മല്ലിയാണ്. മുഴുവനുള്ള മല്ലി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ മുഴുവനുള്ള മല്ലിയില്ല, അതുകൊണ്ട് ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ ചെറിയ തീയിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒട്ടും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് റോസ്റ്റായോ എന്ന് അറിയാനായിട്ട് വളരെ എളുപ്പമാണ്. നല്ലൊരു മണം വരും ഇതെല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ആകുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1/4 കിലോ ചിക്കൻ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ 1 കിലോ ചിക്കനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മസാലയുടെ അളവ് അതിനനുസരിച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മണം വരുന്നുണ്ട്. ഇത് മതിയാകും. വീണ്ടും അതേ പാൻ തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 4 വറ്റൽമുളകാണ്. എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടെ നല്ലതുപോലെ റോസ്റ്റായിട്ട് വരണം. കരിയാതെ ശ്രദ്ധിക്കണം. മുളക് ചൂടായിട്ടുണ്ട്. നിറമൊക്കെ മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിനെ മസാലയോടൊപ്പം വയ്ക്കാം. വീണ്ടും അതേ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 പിടി തേങ്ങയാണ്. ചിരകിയ തേങ്ങയാണെങ്കിലും വേണ്ടില്ല, ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റായി നിറം ഒന്ന് മാറി തുടങ്ങണം. അത്രയും മാത്രമേ പാടുള്ളൂ. കൂടുതലായിട്ട് റോസ്റ്റായി പോരുത്, രുചിക്ക് വ്യത്യാസം വരും. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതിയാകും. വളരെ ചെറിയ തീയിലിട്ട് കുറച്ച് സമയമെടുത്ത് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ആ പച്ച രുചി ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ചിരകിയ തേങ്ങയാണെങ്കിൽ ഇത്രയും സമയം വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നിറം മാറും. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെറിയ ചെറിയ തേങ്ങ കൊത്തായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. തേങ്ങയുടെ നിറം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാകും. എടുക്കുകയാണ്. ഇതിനെ ഈ മസാലയുടെ കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ചൂടാറുമ്പോഴത്തേക്ക് മിക്സിയിലേക്കിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഇതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോലാപ്പൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു സിറ്റിയാണ്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡിഷാണിത്. അതുകൊണ്ട് തന്നെ അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. നമ്മൾ കടുകെണ്ണ ഉപയോഗിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാലും മതിയാകും. കാരണം കടുകെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടില്ലല്ലോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയെടുക്കണം. സവാളയുടെ നിറം മാറി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർന്ന് നന്നായി വഴന്ന് വരട്ടെ. സവാള വഴന്ന് വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഇതിലേക്ക് 2 മീഡിയം സൈസിലെ സവാള, 8 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലെ 1 തക്കാളിയുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ വെന്ത് വരട്ടെ. തക്കാളി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ പച്ച മണമെല്ലാം മാറി വരണം. അടുത്തതായി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മസാലയോടൊപ്പം യോജിപ്പിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുത്ത് ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് വറ്റി വരട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കണം. ചിക്കൻ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്, ഒത്തിരി വെള്ളമായിട്ടല്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നോട്ടെ. ഇത് കൂടുതലായിട്ട് നാൻ, ബട്ടൂര ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു വിഭവമാണ്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാവുന്നതാണ്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചപ്പാത്തി, നാന്, റൊട്ടി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണിത്. ഇനി അതല്ല, നമ്മുടെ നാടൻ ഡിഷായിട്ടുള്ള അപ്പം, ഇടിയപ്പം, പത്തിരി, പുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്